Hi, my dear students. Hope you all are doing well. I hearty welcome back you all to the chapter solution, a sweet chapter in your chemistry. I hope you all are interested with my previous class, concentration of solution and methods to determine the concentration of solution. In this class, we have to discuss solubility. Solubility of solid in liquid, solubility of gas in liquid, Henry's law and applications of Henry's law. Okay, let us watch. Solubility. What is solubility? Can you guess? Simply we can say it is the ability of substance to dissolve. And then it is the ability of substance to dissolve. ഒരു സബ്സ്റ്റൻസിന്റെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുക? സോലുബിലിറ്റി എന്ന് വിളിക്കുക. ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പഠിക്കണം. ഞാൻ ആ ഡെഫിനിഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഒന്നുകൂടി ഞാൻ പറയാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ദാറ്റ് ഈസ് സോലുബിലിറ്റി ഈസ് ദ maximum amount of solute that can be dissolved in specified amount of solvent. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സോൾവെന്റ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, അത് പെർട്ടിക്കുലർ എമൗണ്ട് സോൾവെന്റ്. അതിലേക്ക് ഒരു 4 ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്തു. ആ 4 ടീസ്പൂൺ സോൾട്ടും അതിൽ എന്ത് ചെയ്ത് ഡിസോൾവ് ചെയ്തു. ഇനി 5ാമത്തെ സ്പൂൺ സോൾട്ട് ഇട്ടാലോ അത് ഡിസോൾവ് ചെയ്യാതെ കിടക്കും. അപ്പൊ 4 സ്പൂൺ വരെ അതിൽ എന്താണ് സോല്യൂബിൾ ആണ്. അതാണ് അതിന്റെ മാക്സിമം എമൗണ്ട്. ആ സൊല്യൂട്ടിന്റെ മാക്സിമം എമൗണ്ട് ഒരു ഗ്ലാസ് വാട്ടറിൽ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സോൾവെന്റില് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ മാക്സിമം അളവിനെയാണ് എന്തെന്ന് വിളിക്കുക? സോലുബിലിറ്റി എന്ന് വിളിക്കുക. ഇനി ആ ഡെഫിനിഷൻ ഒന്നുകൂടി പറഞ്ഞേ. എന്താണ്? സോലുബിലിറ്റി ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഓക്കെ. ഇനി ഈ സോലുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സോലുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ഈ 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ഈ 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം. അതിന് മുന്നേ സോലുബിലിറ്റിന്റെ ബേസിൽ സൊല്യൂഷൻസിനെ 3 എണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോലുബിലിറ്റിന്റെ ബേസിൽ സൊല്യൂഷനെ 3 എണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സെക്കൻഡ് വൺ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. Saturated solution. And third one supersaturated solution. Supersaturated solution. Depending on the solubility, solutions can be classified into 3: unsaturated, saturated and supersaturated. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അൺസാച്ചുറേറ്റഡ്. ഒരു എക്സാമ്പിൾ കൂടി തന്നെ പറയാം. ഒരു ഗ്ലാസ് ലൈം ഉണ്ടാക്കണം. ഇപ്പൊ എനിക്ക് ലൈം ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ നാരങ്ങൊക്കെ പിഴിഞ്ഞ് ലൈം ഉണ്ടാക്കുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് അതിലിട്ടത്. ആ 2 ടീസ്പൂൺ ഷുഗർ ഡിസോൾവ് ചെയ്തോ ഇല്ലേ? ഒരു ഗ്ലാസ് ലൈം നാരങ്ങ വെള്ളമാണ്, അതിൽ 2 ടീസ്പൂണ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഡിസോൾവ് ചെയ്തില്ലേ? അങ്ങനത്തെ സൊല്യൂഷൻസിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. അപ്പൊ എന്താ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷന്? ഇനി 3ാമതൊരു സ്പൂണ് പഞ്ചസാര കൂടി ആ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഇടാൻ പറ്റുമോ?
പറ്റും. മൂന്നാമത്തെ ഒരു സ്പൂൺ കൂടി മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതായത് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. ഇനിയും അതിലേക്ക് എന്ത് ചെയ്യാം? സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര എടുത്തത് ഇനിയും സൊല്യൂട്ടിന് നമുക്ക് ആ സൊല്യൂഷനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അങ്ങനത്തെ സൊല്യൂഷൻസിന് പറഞ്ഞ പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ജ്യൂസിലൊക്കെ എന്താണ് ഡ്രിങ്കിങ് പർപ്പസിലുള്ള എല്ലാത്തിനും ഏത് സൊല്യൂഷനായി എല്ലാതും എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഒരുപാട് 10 സ്പൂൺ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ലൈം കുടിക്കുമോ ആരെങ്കിലും? ഒരു ഗ്ലാസ്സിൽ ഇല്ല. അപ്പൊ അതാണ് എന്താണെന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അടുത്ത എന്തായിരിക്കും? സാച്ചുറേറ്റഡ്. ഇപ്പൊ ലൈം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാൾ ലൈം ഉണ്ടാക്കി. അതിലെന്താണ്? 1 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ എന്ത് ചെയ്യാണ്? ഒരു 10 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുക? ആ ഗ്ലാസിന്റെ അടിഭാഗത്ത് പഞ്ചസാര എത്ര സ്പൂൺ ഇട്ട് കലക്കിയിട്ടുണ്ടെങ്കിലും കലങ്ങാതെ കുറച്ച് ഭാഗം അവിടെ ഇങ്ങനെ അതിൻ്റെ ആ തരികൾ കാണാൻ പറ്റും. ഇല്ലേ? പറ്റും. അപ്പൊ അവിടെ എന്താണ്? അങ്ങനത്തെ ആ ഒരു ടൈപ്പ് സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ ഒരു ഡെഫിനിഷൻ പറയാ? എന്താണ്? നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അതിലെന്താ? സൊല്യൂട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല? ഡിസോൾവ് ചെയ്യാൻ പറ്റൂല. നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അങ്ങനത്തെ സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ഇനി ഇങ്ങനെ ഇയാള് എന്താണ് ലൈം ഉണ്ടാക്കിയപ്പോൾ അതിലെന്തില്ല? ഒരുപാട് പഞ്ചസാര അടിയിൽ ബാക്കിയുണ്ട്. അതിനൊന്ന് ചൂടാക്കി എന്താ സംഭവിക്കുക? ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്ന ആ ഷുഗർ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ഇല്ലേ? ടെമ്പറേച്ചർ അടിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഷുഗർ പാർട്ടിക്കിൾസ് ഒക്കെ എന്തായി ചെയ്യും? അത് ഡിസോൾവ് ചെയ്യാൻ ചെയ്യും. അങ്ങനെ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഓൺ ഹീറ്റിംഗ് ആണെങ്കിൽ, ഹീറ്റിംഗ് വഴി സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ്. എന്താണ്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് ലിക്വിഡുമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചില ഫാക്ടേഴ്സ്, സോളിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ പോലുള്ള കാര്യങ്ങൾ. ഈ ഫാക്ടേഴ്സ് ഒക്കെ സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നാച്ചർ ഓഫ് സോൾവെന്റ് പറയാം. നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നാച്ചർ ഓഫ് സോൾവെന്റ്. ഇപ്പൊ നിങ്ങള് ഒരു ഗ്ലാസ് വെള്ളത്തില് 1 ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആവോ? ഇല്ലേ? ഡിസോൾവ് ആവും അല്ലേ? ഒരു ഗ്ലാസ് വാട്ടറിൽ 1 ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസോൾവ് ആവും. ഇനി വേറൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു നാഫ്തലിൻ ആഡ് ചെയ്തു. എന്താ നാഫ്തലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാറ്റഗുളി കണ്ടിട്ടില്ലേ? അതാണ് എന്ത് നാഫ്തലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഗ്ലാസ് വാട്ടറിൽ നാഫ്തലിൻ ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആവോ? ഇല്ലേ? ഡിസോൾവ് ആവാതെ അത് അങ്ങനെ കിടക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിലൊക്കെ ബേസിനിലൊക്കെ എന്തിട്ടുണ്ട്? ഈ പാറ്റഗുളിക നാഫ്തലിൻ ഇടുന്നുണ്ട്. നല്ല സ്മെല്ല്. പോയ്സണസ് ആണെങ്കിൽ ഒരു സ്മെല്ലിനും ഒരു വൃത്തിക്കൊക്കെ വേണ്ടിയിട്ട്, ഹൈജീൻ ആവാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നാഫ്തലിൻ ഇടാറുണ്ട്. അത് വെള്ളം നിങ്ങളിങ്ങനെ ഹാൻഡൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് അത് വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസോൾവ് ആവോ? ഇല്ലേ? അതൊരു കുറേ സമയം എടുത്തിട്ടാണ് അതിങ്ങനെ ചെറുതായി വരുന്നത് അല്ലേ? ആണോ? പെട്ടെന്ന് തന്നെ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസോൾവ് ആവുന്നുണ്ടോ? ഇല്ല. അത് കുറെ ടൈം എടുത്തിട്ട് അതിങ്ങനെ ചെറുതായി വരുന്നുണ്ട്. അപ്പോഴും അവിടെ ഡിസോൾവ് ആവണില്ല. വാട്ടറിൽ ഡിസോൾവ് ആയതല്ല, അത് ഇവാപറേറ്റ് ചെയ്ത് പോയതാ. അപ്പൊ ഈ എക്സാമ്പിളിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? NaCl, അതായത് ഉപ്പ് ആഡ് ചെയ്തപ്പോൾ ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത്, പക്ഷെ വാട്ടറിൽ നാഫ്തലിൻ ഡിസോൾവ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങളുടെ ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ടൊരു സെന്റൻസ് പറയുന്നുണ്ട്, ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന്. എന്താണ്? ലൈക്ക് ഡിസോൾവ് ലൈക്ക്.
അതായത് ഒരേപോലുള്ള ആളുകളിലെ ഡിസോൾവ് ചെയ്യത്തുള്ളൂ. ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന്. അപ്പൊ നമ്മൾ ആ എക്സാമ്പിൾക്ക് തന്നെ വരാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ NaCl ഉപ്പ് ആഡ് ചെയ്തപ്പോൾ അത് ഡിസോൾവ് ചെയ്തു. ഇവർ ഓരോരുത്തരും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NaCl എന്താണ്? പോളാറാണ്. ഓർത്ത് നോക്കിയേ, പോളാർ എന്താണ്, നോൺ പോളാർ എന്താണ്? പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ ഏതാണ്? +1. എന്താ പഠിച്ചിട്ടുള്ളത്? നോൺ പോളാർ ആൻഡ് പോളാർ മോളിക്യൂൾസ്. ചാർജ് സെപ്പറേഷൻ ഉള്ള ആളുകളെ പോളാർ എന്ന് പറയുന്ന ഇലക്ട്രോൺസിന് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. ഇല്ലേ? പഠിച്ചതാണ്, അധികമൊന്നും ഞാൻ പോണില്ല. അപ്പൊ NaCl എന്തുണ്ട്? ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അതൊരു പോളാർ സൊല്യൂട്ട് ആണ്. Na+Cl- എന്നുള്ള ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഇത് ഇട്ടിരിക്കുന്ന സോൾവെന്റ് എന്ന് പറഞ്ഞാലോ അത് H2O, ഒരു പോളാർ സോൾവെന്റ് ആണ്. അതിലും എന്തുണ്ട്? H2Oയിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ആയി. അതാണ് ലൈക്ക് ഡിസോൾവ് ലൈക്ക്. ഒരേപോലുള്ള ആളുകളിൽ ഡിസോൾവ് ആവും. നേരെ മറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാഫ്തലിൻ ആഡ് ചെയ്തു. നാഫ്തലിൻ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സൊല്യൂട്ട് ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോളാർ സോൾവെന്റും. അപ്പൊ നോൺ പോളാറും പോളാറും ആണ്, ഡിസോൾവ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് ഇതിന്റെ നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെന്റ് എന്താ മനസ്സിലാവുന്നത്? പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ്, നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോളാർ സൊല്യൂട്ടിനും പോളാർ സോൾവെന്റിനും നോൺ പോളാർ സൊല്യൂട്ടിനും നോൺ പോളാർ സോൾവെന്റ്സിനും. പോളാർ സൊല്യൂട്ടിന് എക്സാമ്പിൾ ആണ് NaCl, KCl, NaSO4. അതേമാതിരി പോളാർ സോൾവെന്റ്സിന് എക്സാമ്പിൾ ആണ് H2O, ആൽക്കഹോൾ, ആസിഡ്. നോൺ പോളാർ സൊല്യൂട്ട് കാംഫർ, നാഫ്തലിൻ, ആന്ത്രസീൻ. ആൻഡ് നോൺ പോളാർ സോൾവെന്റ് ബെൻസീൻ, ടോൾവീൻ, CS2. നോക്കിയൊക്കെ, NaCl വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ബിക്കോസ് ദീസ് ടു ആർ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ്. എന്നാൽ KCl ടൊളുവിനില് ഡിസോൾവ് ചെയ്യത്തില്ല. കാരണം എന്താ? KCl പോളാർ സൊല്യൂട്ട് ആണ്, ടൊളുവിൻ നോൺ പോളാർ സോൾവെന്റ് ആണ്. ഇനി എന്താ? നാഫ്തലിന് ആൽക്കഹോളില് ഡിസോൾവ് ചെയ്യത്തില്ല. കാരണം നാഫ്തലിൻ നോൺ പോളാർ സൊല്യൂട്ട് ആണ്, ആൽക്കഹോൾ പോളാർ സോൾവെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ്, നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെന്റ്. റെഡി? ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താണ്? അപ്പൊ നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെന്റ് കഴിഞ്ഞ് രണ്ടാമത്തത് പറയുന്ന കാര്യമാണ് എഫക്റ്റ് ഓഫ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ പറയുന്നതിന് മുന്നേ ഞാൻ രണ്ട് വാക്കുകൾ, എൻഡോതെർമിക് എന്താണ്, എക്സോതെർമിക് എന്താണ് പഠിച്ചിട്ടുള്ളതാണ്. എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യണതാണോ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യണതാണോ? എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഞാൻ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻഡോതെർമിക്കും എക്സോതെർമിക്കും നിങ്ങൾക്ക് അറിയാം, പല എക്സാമ്പിൾസ് നിങ്ങൾ അറിയുന്നതായിരിക്കും. എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പെല്ലറ്റ്സ് ഇട്ടെന്ന് വിചാരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഓരോ പെല്ലറ്റ്സ്, ഓരോ കട്ടകളായിട്ടുള്ളത് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ബീക്കർ ഇങ്ങനെ ആ ഇട്ട ഭാഗത്ത് അവിടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അത് നല്ലൊരു ചൂട് അനുഭവപ്പെടും. അതിങ്ങനെ ഒരു ചൂട്, ആ സൊല്യൂഷൻ എന്തുണ്ട്, ഒരു ചൂടുള്ള മാതിരി തോന്നും. കാരണം എന്താ?
അവിടെ ഹീറ്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോയതാണ്. എക്സോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ഇനി വേറൊരു ബീക്കറിൽ കുറച്ച് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അമോണിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ആ ബീക്കർ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ എന്താ അവിടെ ഹീറ്റിനെ വലിച്ചെടുത്ത് നമ്മളെ കയ്യിലുള്ള ഹീറ്റ് കൂടി അവിടേക്ക് വലിച്ചെടുത്തത് കൊണ്ടാണ് നമ്മളെ കൈ എന്ത് ചെയ്യണത്, ഒരു തണുപ്പ് ഫീൽ ചെയ്യണത്. ഇതൊക്കെ എൻഡോതെർമിക്കിനും എക്സോതെർമിക്കിനും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. അതൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാലും എൻഡോതെർമിക് എന്താണ്, എക്സോതെർമിക് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നതാ. അപ്പോ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. എൻഡോതെർമിക്കിന് ഹീറ്റ് ആവശ്യമുണ്ട്, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. എൻഡോതെർമിക്കിനും എക്സോതെർമിക്കിനും ഡെൽറ്റ എച്ച് വാല്യൂസ് എന്തൊക്കെയാണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് ഫോർ എൻഡോതെർമിക്. ഇതൊക്കെ അറിയുന്നതാണല്ലോ. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്. ഇനി മൂന്നാമത്തെ ആളാണ്, ഏതായിരുന്നു മൂന്നാമത്തത്? സോലുബിലിറ്റി, നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് പഠിച്ചു. ദെൻ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പഠിച്ചു. ഇനി എഫക്റ്റ് ഓഫ് പ്രഷർ. ഇവിടെ ആര് കാര്യം പറയുന്നത്? സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ഈ സോളിഡ്, ഒരു ബീക്കറിൽ സോളിഡ് എടുത്തിട്ട് അതിനെ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ഇൻകംപ്രസിബിൾ ആണ് സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിന് പ്രഷർ ഹാസ് നോ എഫക്റ്റ്. അടുത്തതായി സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യണത്. ഇത് പറയുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയട്ടെ. ഡിസൊല്യൂഷൻ എന്താണെന്ന്, ഈ ചാപ്റ്റർ സൊല്യൂഷനും സോളിബിലിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഡിസൊല്യൂഷൻ എന്താണെന്ന് അറിയാതെ പോകരുത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ആകുമ്പോൾ എന്തൊരു സാധനം കിട്ടും? അതിന്റെ പേരാണ് സൊല്യൂഷൻ ആണല്ലോ. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഈസ് ഈക്വൽ ടു സൊല്യൂഷൻ. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡിസൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. രീതിക്ക് തന്നെ വരാം സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. നേരത്തെ സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് പറഞ്ഞു. ആ ഫാക്ടേഴ്സ് തന്നെ ഇതിൽ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഏതൊക്കെയായിരുന്നു ആ ഫാക്ടേഴ്സ്? ഒന്ന് നാച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ, തേർഡ് വൺ പ്രഷർ. ഫസ്റ്റ് നോക്കാം നാച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്, അതായത് നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസ്, മോർ സോലുബിൾ ഇൻ കോമൺ സോൾവെന്റ്. അത് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റിയ ഗ്യാസ്. എങ്ങനെയാണ് ഗ്യാസിനെ ലിക്വിഡ് ആക്കുക? ടെമ്പറേച്ചർ കുറച്ചിട്ട് പ്രഷർ കൂട്ടിയിട്ടുമാണ്. അങ്ങനെ ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസ് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അതിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഡിസോൾവ് ചെയ്യിച്ചിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ നല്ലതാണോ അല്ലേന്ന്. ഒരു കാരണം അതാണ്, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതാണ് നമ്മൾ അകത്താക്കുന്നത്. ഒരു കാരണം. ഇനിയും കുറേ കാരണങ്ങളുണ്ട്, ചിന്തിച്ചു നോക്കൂ. പിന്നെ ഹൈഡ്രജന് ഹീലിയം പോലുള്ള ഗ്യാസ് ഒന്നും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഒന്നാമത്തെ കാരണം പഠിച്ചു, നാച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈസി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസ്, മോർ സോലുബിൾ ഇൻ കോമൺ സോൾവെന്റ്. ഇനി രണ്ടാമത്തെ കാര്യം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണ്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താണ്? ഈ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായിരുന്നു നേരത്തെ പഠിച്ചത്? എന്തായിരുന്നു? എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ
എപ്പോഴാണ് സോളിബിലിറ്റി കൂടുക? ടെമ്പറേച്ചർ കൂട്ടിയാലാണോ കുറച്ചാലാണോ? എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ സോളിബിലിറ്റി കൂടും. It is an exothermic reaction, so temperature decreases, solubility increases. നിങ്ങളെ ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, why aquatic species are more comfortable in cold water rather than warm water? എന്തുകൊണ്ടാണ് അക്വാറ്റിക് സ്പീഷീസ് കോൾഡ് വാട്ടറിൽ നല്ല സേഫ് ആയിട്ട് കംഫർട്ടായിട്ട് നിൽക്കുന്ന ചൂടുവെള്ളത്തിനേക്കാളും കംഫർട്ടായിട്ട് കോൾഡ് വാട്ടറിൽ എന്തുകൊണ്ട് നിൽക്കണ? ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ എന്ത് പറയും? എന്താ ആൻസർ പറയാ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ നമ്മൾ സാധാ റിവർ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വെള്ളത്തിൽ എന്താ സംഭവിക്കാം? ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ സോളിബിലിറ്റി കൂടും. എന്തിന്റെ സോളിബിലിറ്റി? അവിടെ ഓക്സിജന്, ഈ അക്വാറ്റിക് സ്പീഷീസിന് എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്സിജന്റെ സോളിബിലിറ്റി കൂടും ടെമ്പറേച്ചർ കുറഞ്ഞാൽ. ആ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്ത് എന്നിട്ട് വല്ല മീനിനൊക്കെ അതിൽ പിടിച്ചിട്ടാലോ ചത്തുപോകും. കാരണം എന്താ? അവിടെ ടെമ്പറേച്ചർ കൂടി ഓക്സിജന്റെ അളവ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടി സോളിബിലിറ്റി കുറഞ്ഞു, ഓക്സിജന്റെ അളവ് അവിടെ കുറഞ്ഞു. കാരണം മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം എഴുതുക ക്വസ്റ്റ്യന്? വൈ അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റദർ ദാൻ വാം വാട്ടർ എന്ന് പറഞ്ഞതിന്റെ ആൻസർ എന്ത് എഴുതും? ബിക്കോസ് when temperature increases, solubility of gas in liquid decreases, so they have less oxygen. ആണല്ലോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയും. അതുകൊണ്ട് അവര് കോൾഡ് വാട്ടറിലാണ് കംഫർട്ടബിൾ. ഇനി അടുത്ത കാര്യം, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത എഫക്റ്റ് ആണ് എഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ എഫക്റ്റ് പറയുമ്പോൾ തന്നെ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിൽ പ്രഷറിന്റെ എഫക്റ്റ് പറയുമ്പോൾ തന്നെ എവിടേക്ക് പോകണം? +1 ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ പോകണം. ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ പ്രഷറിന്റെ എഫക്റ്റ് പറയുമ്പോൾ ഒരു ലോ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഹെൻറീസ് എന്ന് പറഞ്ഞിരുന്നത് the solubility of gas in liquid is directly proportional to the pressure of gas over the solvent. പഠിച്ചിട്ടുണ്ടോ? The solubility of gas in liquid is directly proportional to the pressure of gas over the solvent. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിനോട്? പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദ സോൾവെന്റ്. ആ ഗ്യാസിന് സോൾവെന്റിന് മുകളിൽ കൊടുക്കണം ആ പ്രഷറിന്. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആലോചിച്ച് നോക്കിയേ. എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്? എന്തായിരുന്നു? സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പെപ്സി എടുത്തിട്ട് അത് പൊട്ടിച്ചു. അത് പെപ്സി ആദ്യമായിട്ട് പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? നല്ല സൗണ്ട് തൊട്ട് ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടാവും. നല്ല ബബിൾസ് ഇങ്ങോട്ട് വരും. എന്താണത്? ബബിൾസ് വരുന്നത് എന്തെന്നാ മനസ്സിലാക്കേണ്ടത്? അതായത് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ പുറത്തേക്ക് വരുന്നത്. അത് നല്ല ഹൈ പ്രഷർ കൊടുത്ത് നല്ല സീൽഡ് ആയിരുന്നു ആ ബോട്ടില്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൊടുത്തതുകൊണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ട് ആ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചു? പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ആ ബബിൾസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പ്രഷർ എത്ര കൊടുക്കുന്നുണ്ടോ അത്രയും ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. ഈ പറയുന്ന ലോ ആണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ ഇങ്ങനെയാണ് എഴുതുക: M is proportional to P. എന്താണ് M proportional to P എന്ന് പറഞ്ഞാൽ? M എന്ന് പറഞ്ഞാൽ amount of gas dissolved in liquid is directly proportional to pressure. M is equal to എന്താണ്? M is equal to a constant into P.
proportionality constant KH. KH is called Henry's constant. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഇനി ഹെൻറീസ് ലോ വേറൊരു രീതിയിൽ കൂടി പറയാം. ഹെൻറീസ് ലോ ഇങ്ങനെ കൂടി ഡിഫൈൻ ചെയ്യാം. എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് gas in vapor phase is directly proportional to the mole fraction of the gas. എന്താണ്? Partial pressure of the gas in vapor phase is directly proportional to mole fraction. ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? P is proportional to chi എന്ന് എഴുതാം. അല്ലെങ്കിൽ P is equal to KH into chi എന്ന് എഴുതാം. KH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ proportionality constant is called Henry's law. ഇവിടെ KH ന്റെ വാല്യൂ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. ഇത് നോട്ട് ചെയ്യണം. KH ന്റെ വാല്യൂ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. ഇനി നോക്കൂ, ഒരു ഗ്രാഫ് നോക്കി നോക്കിയേ. ഇവിടെ P is equal to KH into chi എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ Y is equal to mx plus എന്നുള്ള ഇക്വേഷനോട് സാമ്യമുണ്ടോ നോക്കിയേ. Y ന്റെ സ്ഥാനത്ത് പാർഷ്യൽ പ്രഷർ ഗ്രാഫ് നോക്കി നോക്ക്. പാർഷ്യൽ പ്രഷർ ഒരു ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ ഒരു ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ് കിട്ടിയിട്ടുള്ളത്. Y is equal to mx plus ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണല്ലോ. അപ്പോ ഇവിടെ C ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ഈ ഗ്രാഫ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഹെൻറീസ് ലോന്റെ ഗ്രാഫ് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോ എന്തായിരുന്നു? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ഗ്യാസ് ഓവർ ദ സോൾവെന്റ്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോഡ വാട്ടർ പഠിച്ചില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറയാം, ബോട്ടിൽസ് ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹൈ പ്രഷറിൽ ആ ബോട്ടിൽസ് സീൽ ചെയ്ത് വെച്ച കാര്യം. രണ്ടാമത്തത് ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? ബെൻസ് എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ബെൻസ് എന്താണ്? ബെൻസ് എന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ ഒരാൾ കാണുന്നുണ്ടാവും. ആരാണത്? എന്താണ് അവര്? എന്താ പറയാ? സ്ക്യൂബ ഡൈവേഴ്സ് ആണ്. സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങൽ വിദഗ്ധര്. സീന്റെ അടിയിലോട്ട് പോയിട്ട് അവിടെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ആൾക്കാരാണ് സ്ക്യൂബ ഡൈവേഴ്സ്. അപ്പൊ എന്താ സംഭവിക്കാം? സ്ക്യൂബ ഡൈവേഴ്സ് താഴോട്ട് പോകുമ്പോൾ താഴെ എന്തായിരിക്കും? നന്നായിട്ട് വെള്ളം ഉണ്ടാവും അല്ലേ? അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. സീന്റെ അടിയിൽ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. സാധാരണ ഇവരുടെ ബാക്കിൽ എന്തുണ്ടാവും? ഒരു എയർ കൊണ്ടുപോകാനുള്ള ഒരു സിലിണ്ടർ ഉണ്ടാവും. ഈ എയറിൽ സാധാരണ എന്താ ഉണ്ടാവല്? ഒരു 78% നൈട്രജൻ ഉണ്ടാവും, 21% ഓക്സിജൻ ഉണ്ടാവും, വേറെ ഗ്യാസസ് ഒരു 1% ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? താഴോട്ട് പോകുമ്പോൾ ഇവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്താ ചെയ്യുക? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ്. സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്താണ്? ഇൻക്രീസസ് ബിക്കോസ് പ്രഷർ ഇൻക്രീസസ് ആണല്ലോ. ഇവിടെ പ്രഷർ ഇങ്ങനെ കൂടുമ്പോൾ ഇവരെ ഈ എയറിലുള്ള ഈ നൈട്രജനും ഓക്സിജനും അതേമാതിരി വേറെയുള്ള ഗ്യാസൊക്കെ ലങ്സിൽ എന്ത് ചെയ്യും? ഡിസോൾവ്. ബ്രീത്ത് ചെയ്യുന്ന വഴി ലങ്സിൽ ഡിസോൾവ് ചെയ്തിട്ട് അത് ടിഷ്യൂസിലും കാപ്പിലറീസിലും ഒക്കെ ഡിസോൾവ് ചെയ്യും. ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. താഴെ അവർ ഡിസോൾവ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ മുകൾക്ക് വരും ഇല്ലേ? സീന്റെ മുകൾക്ക് എത്തും. അപ്പൊ എന്താ സംഭവിക്കുക? സീന്റെ മുകളിൽ എന്തായാലും പ്രഷർ എന്ത് ചെയ്യായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താ? സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യണ്ടേ? ഇവിടെ ഓൾറെഡി ഡിസോൾവ് ചെയ്തിട്ടുള്ള നൈട്രജന് ഓക്സിജന് വേറെയുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും? അവിടുന്ന് എസ്കേപ്പ് ചെയ്യും. സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും, അവിടുന്ന് പുറത്തേക്ക് പോകും. ഇപ്പൊ ഈ നൈട്രജൻ എന്നുള്ള ഗ്യാസ് ഒക്കെ പുറത്തേക്ക് പോരല്ലേ? ഒരു ബബിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അവിടെ എന്തെങ്കിലും ബ്ലഡ് കാപ്പിലറീസിൽ എന്തുണ്ടാവും? ഒരു ബബിൾസ് ഫോം ചെയ്യും നൈട്രജൻ ഗ്യാസ്. കാരണം നൈട്രജൻ താഴെ നിന്നപ്പോൾ പ്രഷർ കൂടിയപ്പോൾ നന്നായിട്ട് കാപ്പിലറീസിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. മുകൾക്ക് വരുമ്പോഴെന്താണ്? ആ നൈട്രജനെ എസ്കേപ്പ് ചെയ്യും. അതായത് സോളിബിലിറ്റി കുറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്നെ വരുമ്പോൾ അതൊരു ബബിൾസ് ആയിട്ടാണ് കാണപ്പെടുക. ഈ ബബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേദന ഉള്ളൊരു കേസാണ്. നല്ല പെയിൻഫുൾ കണ്ടീഷനാണ്. അങ്ങനെ ബെൻസ്, ഈ കണ്ടീഷനാണ് ബെൻസ് എന്ന് പറയാം. ഇത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ കണ്ടീഷനാണ്. അതേമാതിരി ഇത് എന്താണ്? ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് മരണത്തിന് വരെ കാരണമാവും.
സ്ക്യൂബ ഡൈവേഴ്സിന് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. ജോയിൻസിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. ഈ കണ്ടീഷനാണ് ബെൻസ് എന്ന് പറയുക. അപ്പൊ ഈ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറിൽ എന്താ ചെയ്യിക്കുക, ഹീലിയം കൂടി ആഡ് ചെയ്യും. ഹീലിയം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഹീലിയം ഏകദേശം ഒരു 11.7% ഹീലിയം ആഡ് ചെയ്യും. അതേമാതിരി ഇപ്പൊ നൈട്രജന്റെ അളവ് കുറച്ചൊരു 56 സംതിങ് ആക്കും. ഓക്സിജൻ ആണെങ്കിൽ ഒരു 32% ഓക്സിജനും ആക്കും. അങ്ങനെ നൈട്രജന്റെ അളവ് കുറച്ചിട്ട് ആര് ചേർക്കും, ഹീലിയം ചേർക്കും. ഹീലിയം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഹീലിയം ഒക്കെ ഡിസോൾവ് ചെയ്യും, നൈട്രജൻ അത്ര തന്നെ ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനത്തെ വലിയ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് സ്ക്യൂബ ഡൈവേഴ്സിന്റെ കേസ്. ക്ലിയർ ആണല്ലോ ബെൻസ് എന്നുള്ള മെഡിക്കൽ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് അനോക്സിയ. അനോക്സിയ എന്താ, ചിത്രത്തിൽ എന്താ കാണുന്നത്, എന്താണ്, മലമുകളിലാണ് ഹൈ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്, ഹൈ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സിനൊക്കെ എന്താ സംഭവിക്കുക, അവിടെ മുകൾക്ക് പോണോടത്തോളം എന്ത് സംഭവിക്കും, പ്രഷർ ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെയുള്ള ഓക്സിജന്റെ അളവ് ബ്ലഡിൽ നമ്മൾ ബ്രീത്ത് ചെയ്തിട്ട് ഓക്സിജന്റെ ഡിസോൾവ് ചെയ്യുന്ന പ്രക്രിയ കുറയും. ബിക്കോസ് പ്രഷർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ഡിക്രീസസ്. അപ്പൊ എന്താ സംഭവിക്കുക, ആ കണ്ടീഷനാണ് എന്തെന്ന് പറയാ, അനോക്സിയ എന്ന് പറയാം. എന്താ സംഭവിക്കുക, അവിടെയുള്ള ആളുകൾക്ക്, അങ്ങനെ പോകുന്ന ആളുകൾക്ക് അനാബിൾ ടു തിങ്ക് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അതൊരു കോമൺ സെൻസ് ഒക്കെ എന്ത് ചെയ്യും, പോവും. ഓക്സിജന്റെ സപ്ലൈ കുറയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ഈ കണ്ടീഷനാണ് എന്തെന്ന് പറഞ്ഞാൽ അനോക്സിയ. മക്കളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ അല്ലേ? കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു, സോളിബിലിറ്റി പറഞ്ഞു, സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് പറഞ്ഞു, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് പറഞ്ഞു, ഒപ്പം ഹെൻറിസ് ലോയും പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. നിങ്ങളെല്ലാം വീഡിയോ ശ്രദ്ധിച്ച് കാണാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മുടെ സന്തോഷം. എല്ലാവരും നന്നായി കാണുമല്ലോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, ഇനിയും വീഡിയോസ് വരാനുണ്ട്. അതുവരെ ബൈ.